മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, മലയാളം ഫസ്റ്റ് കേരള പാഠാവലിയുടെ പരീക്ഷയാണ് അല്ലേ. അപ്പോൾ കേരള പാഠാവലിയിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ചോദ്യത്തിന്റെ രീതിയൊക്കെ മാറി വരികയാണ്. അപ്പോൾ പാഠങ്ങൾ കുറച്ച് ആഴത്തിൽ പഠിക്കണം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സൈലം ലേണിംഗിന്റെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രുതി, മലയാളമാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണോ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ വന്നിരിക്കുന്നത്, എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ചാനലിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. പ്ലസ് നമുക്കൊരു ബാച്ച് ഉണ്ട്, ആ ബാച്ചിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു ഓഫറൊക്കെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് 7ാം ക്ലാസ്സിലെ ബാച്ച് എന്ന് പറയുന്നത് അവഞ്ചേഴ്സ് ബാച്ചാണ്. അവഞ്ചേഴ്സ് ബാച്ചിൽ ഇപ്പോൾ എന്താണ്, ഫ്രീഡം ഓഫർ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫ്രീഡം ഓഫറൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. 10% ഇപ്പോൾ 2750 രൂപയാണ് ഫ്രീഡം ഓഫറെങ്കിൽ നിങ്ങൾക്കത് ഏതൊരു 10% കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇതാ ജോയിൻ ചെയ്യാനുള്ള നമ്പർ 9995400800 എന്ന് പറയുന്ന നമ്പറാണ്. ഇതാ USSന്റെ ഒരു ചാനലും കൂടെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. എല്ലാ കുഞ്ഞുങ്ങളും എന്ത് ചെയ്യുക, ആ ഒരു USS നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള അതുകൂടെ ഒന്ന് ഉപയോഗപ്പെടുത്തുക കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്നേഹസ്വാഗതം. എനിക്കിന്ന് പറയാനുള്ളത്, നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന പാഠങ്ങൾ അല്ലേ, 2 ഇളങ്കാറ്റ് തെല്ലൊന്നു തൊട്ടെന്ന് വന്നാൽ എന്ന് പറയുന്ന പാഠവും, അതുപോലെ നീളുമീ യാത്ര തൻ വിസ്മയങ്ങളും നമ്മൾ വരുന്നുണ്ട്. എന്നും ഈ യാത്ര, നക്ഷത്രം വരെ ഒരു സാധ്യത ടീച്ചർ കാണുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, എന്നും ഈ യാത്രയിൽ കൂടുതൽ വന്നിട്ടില്ലെങ്കിലും നക്ഷത്രം എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മനസ്സിലെ കിളിയും ഒരു ദിനാന്ത സഞ്ചാരം, 2ാമത്തെ പാഠമാണ് ഒരു ദിനാന്ത സഞ്ചാരം എന്ന് പറയുന്നത്. ആ പാഠഭാഗത്തെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ശീർഷകം അനുയോജ്യമാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലപ്പോഴും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാ, ഒരു ദിനാന്ത സഞ്ചാരം. ഇത് വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ ഒരു കവിതാ ഭാഗമാണ്. അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോൻ്റെ ഒരു കവിതയിലുള്ള ഒരു ഭാഗമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോൻ സാഹിത്യമഞ്ജരി 1ാം ഭാഗം, സാഹിത്യമഞ്ജരി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. അതിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. പ്രകൃതിയിലെ സുന്ദര ദൃശ്യങ്ങൾ പലതാണ്, പുളകം പോൽ കുന്നിൻ പുറത്തു വീണ പുതു മൂടൽ മഞ്ഞിന് മലയാള കവിത സുന്ദരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. കുന്നിൻ പുറത്ത് വീണ പുതിയ ഒരു മൂടൽ മഞ്ഞ്, കുന്നിൻ പുറത്ത് നമ്മൾ കാട്ടിലൊക്കെ മഴ പെയ്താലുള്ള അവസ്ഥയെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അതുപോലെ ഒരു കുന്നിൻ പുറത്ത് എന്താണ് പുതു മൂടൽ മഞ്ഞ്, ഒരു മൂടൽ മഞ്ഞ് ഉണ്ടാവുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഈ ഒരു കവിതയിലൂടെ മനോഹരമായിട്ട് ഇദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ദിനാന്ത സഞ്ചാരം, ഒരു ദിനം അല്ലേ, ഒരു ദിനത്തിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഈ കവിത. ഇത് നോക്കൂ, ക്രമേണ മേൽപോട്ടു പടുത്ത് ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കുഭാഗത്ത് അകലെ പരന്നു കിടന്നിട്ടും കുന്നിതു നന്നു കാൺമാൻ, ആദ്യത്തിലെ ആരാൽപ്പുക പോലെ കണ്ട തടുത്തിടും നമ്മുടെ കാഴ്ചയിങ്കൽ, മരങ്ങൾ പൂവല്ലികൾ മറ്റും ഓരോന്നായി ക്രമാൽ വേർതിരിയാന്നു ഭംഗ്യ. ഇത് ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഒരു കുന്നിൻ്റെ മുകളിലുള്ള കാഴ്ചയിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. പ്രായേണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വല്ലിതരു മണ്ഡലത്താൽ പരക്കേ എന്നാൽ പച്ച നിറം പെടുന്നീക്കുന്നത്രയും കൺകുളിരേകിയിടുന്നു. ഈ പച്ചവർണ്ണത്തിനിടയ്ക്ക് ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ, പച്ചവർണ്ണങ്ങളുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശില്പജ്ഞർ, ശില്പി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയെ സൃഷ്ടിച്ച ആള് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശില്പജ്ഞർ ചായപ്പണി ചെയ്തതുപോലെ കാണപ്പെടുന്നുണ്ട്. ചുവന്ന മണ്ണും രണ്ടിനുമേറെ പ്രഭ ചേരുകയായി. പച്ചയാണ് നമ്മുടെ ഇലകളുടെ നിറം എന്ന് പറയുന്നത്. മരങ്ങൾ തിങ്ങി നിറഞ്ഞിട്ടുള്ള ഇടങ്ങൾ പച്ചയായിരിക്കും. അതിൻ്റെ ഇടയിൽ കുന്നിൻ്റെ ചുവപ്പ് നിറത്തിലുള്ള മണ്ണും അവിടെ കാണുന്നു എന്ന് പറയുന്നു അല്ലേ. പിന്നെ മരങ്ങളെ പച്ചിലകൾ, പല്ലവങ്ങൾ, പുഷ്പങ്ങൾ, പുല്ലെന്നിവയിലെല്ലാം ഇപ്പോഴും ഈ പോക്കുവെയിലേൽക്കുകയാൽ, ഈ പോക്കുവെയിലേൽക്കുന്ന സമയത്ത് വിചിത്രമായൊരു വർണ്ണം, ഒരു വ്യത്യസ്തമായൊരു വർണ്ണം നിറമുണ്ടാവുകയാണ് കുന്നിനുണ്ടാവുന്ന ഒരു മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. ചിലയിടം ആച്ഛാദന ശൂന്യമായും ചിലയിടം ഓരോ മുകിലാൽ മറഞ്ഞും
താനും ചിലേടം ചില ദിക്കുയർന്നും നാനാപ്രകാശം വിലസുന്നു ശൈലം. ശൈലം കുന്ന് അല്ലേ, കുന്നിനെയാണ് പറയുന്നത്. ഓരോരോ ഇടത്ത് എന്താണ് ശൂന്യമായിരിക്കും, ചിലയിടത്തൊന്നും ഉണ്ടാവില്ല, ചിലയിടത്തില് മേഘങ്ങൾ കൊണ്ട് മറഞ്ഞു നിൽക്കുന്നുണ്ടാവും, ചിലയിടത്ത് എന്താണ് ചില ദിക്കുയർന്നും ചില ഭാഗങ്ങൾ ഉയർന്നു നിൽക്കും. നാനാപ്രകാശം വിലസുന്നു ശൈലം. പത്രങ്ങൾ ഒട്ടുളകുന്ന വൃക്ഷലതാഗണത്തിൽ പഴുതിങ്കലൂടെ ഇളം കറുപ്പേന്തിടും മമ്പരാന്തം അല്ലേ. പത്രങ്ങൾ ഇലകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഇടയിലൂടെ ആകാശത്തിന്റെ നിറത്തെപ്പറ്റി പറയാണ്. ഇളം കറുപ്പേ എന്തിടും അമ്പരാന്തം അല്ലേ. അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശമാണ്, ആകാശത്തിന്റെ ഒരു നിറം ഈ ഇലകൾക്കുള്ളിലൂടെ നോക്കുമ്പോൾ കാണുന്ന ആ ഒരു കാഴ്ചയെ പറ്റി പറയുന്നു അല്ലേ. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അസ്തമയ സൂര്യന്റെ പൊൻകിരണങ്ങൾ ഏറ്റുവാങ്ങി മനോഹരമായി ശോഭിക്കുന്ന സഹ്യപർവ്വതത്തിന്റെ ദൃശ്യചാരുതയാണ് കവി വരച്ച് കാണിക്കുന്നത്. കവിയുടെ കാഴ്ചയ്ക്ക് അനുഭൂതി പകരുന്ന പലതരം ദൃശ്യങ്ങളിലൊന്നാണ് സന്ധ്യാസമയത്തെ കുന്നിന്റെ ദൃശ്യം. ആകാശത്തിന്റെ കിഴക്കുഭാഗത്തായി പരന്നുകിടക്കുന്ന കുന്ന് പതിയെ പതിയെ ചക്രവാളത്തിൽ മുട്ടുന്ന തരത്തിൽ ഉയർന്ന് അല്ലേ പടുത്തുയർന്നു നിൽക്കുന്ന ഒരു കോട്ട പോലെ അനുഭവപ്പെടുന്നു. അകലെ നിന്നുള്ള ആദ്യത്തെ കാഴ്ചയില് അതൊരു പുക പോലെ തോന്നും. ദൂരെ നിന്ന് നോക്കുമ്പോൾ അതൊരു പുകയാണ് എന്നാണ് നമുക്ക് തോന്നുക അല്ലെ. അടുക്കും തോറും മരങ്ങളും പൂവള്ളികളും മറ്റും ഓരോന്നായി നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ ആ കുന്നിന്റെ ഭംഗി ഏറി വരികയാണ്. ഭംഗിയില് വ്യക്തമായിട്ട് വേർതിരിച്ച് കാണാൻ കഴിയുന്നു എന്നാണ് പറയുന്നത്. പിന്നെയോ എല്ലായ്പ്പോഴും ഇലകൾ നിറഞ്ഞു തിങ്ങിയ വള്ളികളാൽ ചുറ്റി നിൽക്കുന്ന പച്ചക്കുന്നിന്റെ കാഴ്ച കണ്ണുകൾക്കേറെ കുളിർമ നൽകുന്നു. പച്ച നിറത്തിനിടയില് ആ പച്ച നിറത്തിനിടയിൽ വിദഗ്ധരായ ശില്പികൾ, നന്നായിട്ട് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ അല്ലെ, ശില്പികള് അവര് ചായപ്പണി എങ്ങാൻ ചെയ്തതാണോ? അവരുടെ അവരുടെ എന്താണ് ചാതുര്യം കാണിക്കാറുണ്ട് അല്ലെ ചിത്രകാരന്മാരൊക്കെ. പല നിറങ്ങൾ കൊണ്ട് പലതരം മാജിക്കുകൾ കാണിക്കുന്നവരാണ് ചിത്രകാരന്മാരും ശില്പികളും ഒക്കെ. അപ്പോൾ ഇടകലർന്ന് കാണപ്പെടുന്ന ചുവന്ന മണ്ണിനെ പറ്റിയും പറയുകയാണ് അല്ലെ. നിറവും പച്ച നിറവും ഒന്നിനൊന്ന് സുന്ദരമാണ്, രണ്ടിനും ഏറെ ഭംഗിയുണ്ട് എന്നും എന്തു പറയാണ് ഈ ഒരു കവിതയിൽ പറയാണ്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ചോദ്യം, ദിനാന്ത സഞ്ചാരം എന്ന് പറയുന്ന ഈ ശീർഷകം ഇതിന് ഉചിതമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ആ ഒരൊറ്റ ചോദ്യം, ശീർഷകം ഉചിതമാണോ? ഈ ഒരു ആൻസർ പറയേണ്ടിയിട്ടാണ് ടീച്ചർ അത്രയും കാര്യങ്ങൾ പറഞ്ഞത്. കാരണം പാഠത്തിന്റെ ഉള്ളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ദിനാന്ത സഞ്ചാരം ശീർഷകം അനുയോജ്യമാണോ? അസ്തമയ സൂര്യന്റെ പൊൻകിരണങ്ങളേറ്റ് മനോഹരമായി ശോഭിക്കുന്ന സഹ്യപർവ്വതത്തിന്റെ ദൃശ്യഭംഗിയെ ചലനാത്മകമായി ചിത്രീകരിക്കുന്ന കാവ്യ വൈഭവമാണ് കവിതയിലൂടെ കാണുന്നത്. ഒരു ദിനാന്ത്യത്തിലെ ഒരു ദിവസത്തിലെ അന്ത്യം അല്ലെ, ഒരു ദിനത്തിന്റെ അന്ത്യത്തിലെ പ്രകൃതി ദൃശ്യത്തിലൂടെയാണ് കവിഭാവനയുടെ സഞ്ചാരം അല്ലെ. അപ്പൊ ഒരു ദിനത്തിന്റെ അന്ത്യമാണ്, അന്ത്യം എന്ന് പറഞ്ഞാൽ അവസാനത്തെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആഹ്ലാദകരവും അനുഭൂതികരവുമായിരുന്നു എന്നതിന്റെ വാഗ്മയാവിഷ്കാരം. എന്താണ് വാഗ്മയ ചിത്രം? കവി വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശീർഷകം, ഈ ഒരു പേര് ഈ കവിതയ്ക്ക് ഏറെ ഉചിതമാണ്. കാരണം ഒരു ദിനത്തിലെ അന്ത്യത്തിലെ അവസാനത്തിലെ സൂര്യനൊക്കെ അസ്തമിക്കുന്ന സമയത്തെ ഒരു കുന്നിൻപുറത്തിന്റെ കാഴ്ചയാണ് കവി നമ്മളോട് പങ്കുവെക്കുന്നതിൽ. ഇതൊരു വാഗ്മയ ചിത്രമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. വാഗ്മയ ചിത്രം എന്ന് പറഞ്ഞാൽ കവി അതൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്, ഒരു ചിത്രം പോലെ വാക്കുകൾ കൊണ്ട് വരയ്ക്കുന്ന ഒരു ചിത്രമായിട്ട്. അപ്പോൾ എനിക്ക് ഇത്ര മാത്രമാണ് പറയാനുള്ളത്. മക്കൾ എന്ത് ചെയ്യുക, ഇത് എല്ലാ പാഠങ്ങളുടെയും വിശദീകരണങ്ങളുമായിട്ട് ടീച്ചർ മെഗാ മാരത്തോണുമായിട്ട് ഇന്ന് വരുന്നുണ്ട്. എല്ലാവരും കൃത്യസമയത്ത് മാരത്തോണിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ഇന്ന് 7 മണിക്കാണ്. അപ്പോൾ ആരും മറക്കരുത്, പരീക്ഷ അടിപൊളിയായിട്ട് എഴുതണമെങ്കിൽ നമ്മൾ ഒരുപാട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കാണാം. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം സൈലം ലേണിംഗ്.